കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുറിയിലാകെപ്പാട് ടെൻഷൻ അടിച്ചിങ്ങനെ മീനാക്ഷി ഇരിക്കുവാണ്. ഈ സമയത്താണ് ആകാശിന്റെ വരവ്. ആകാശ് വന്നിട്ട് എന്ത് പറ്റി മീനു, നീ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കാൻ. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിലോ. എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആകാശ് തീർത്തു തരുമോന്ന് ചോദിക്കുക. ആകാശെ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. നീ എന്റെ കൺമുന്നിന്ന് പൊക്കെ, എന്നോട് മിണ്ടാൻ വരലെന്ന് പറയാം. എന്താ മീനു നീ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയണമെന്നാ? എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ട് ഇങ്ങോട്ട് വന്നേ. ഇവിടുത്തെ ലേക്ക് കാണണം, അത് കാണണം, ഇവിടെ ഇത് കാണണം, എന്നിട്ടോ മുറിക്കകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടി ഒരേ ഇരിപ്പ് തന്നെയാ. ഇങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. മിനു, ഞാൻ പറഞ്ഞല്ലോ നാളെ നമുക്ക് പോവാം. പിന്നെ നാളെ നാളെ നീളെ ഇതെന്നാ ലോട്ടറി കച്ചവടമാണോ അത്? കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നൊരു രീതിയില്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനെ ഭയന്ന് എനിക്കൊന്നും പറ്റത്തില്ല. ഇങ്ങനെ ആകാശ് ഭയന്നോ, പക്ഷെ എനിക്ക് ഭയന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാം. മീനു, നീ ഇങ്ങനൊന്നും പറയരുത്, എന്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്ക്. ആകാശിന്റെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ടാ ഇത്രയും മുന്നോട്ട് പോയത് തന്നെ. പക്ഷെ ഇങ്ങനെ എനിക്ക് മുന്നോട്ട് പോയിട്ട് എന്നെ കൂടെ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നേ എന്റെ ജീവിതം തന്നെ ഒരു നാടകമാണെന്ന് തോന്നേ. എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു കോമഡി രംഗമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വെറുതെ ഒരു കാര്യമില്ലാതെ വരേണ്ട ആവശ്യം കൂടി ഇല്ലായിരുന്നു. എന്താ മീനു നീ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയണമെന്നാ? ആകാശ് ഇനിയെങ്കിലും നന്നാവുമോ? എന്ത് പറഞ്ഞാലും അച്ഛനെ കുറിച്ചുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എത്ര ഫുഡ് കഴിക്കണം, എത്ര സമയം കിടന്ന് ഉറങ്ങണം, എപ്പോഴെണീക്കണം, പുറത്തു പോകണം എന്ന് വേണ്ട എല്ലാത്തിനും നിയന്ത്രണം. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, മീനു ഞാന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുവാണ്. പെട്ടെന്ന് പോയി നോക്കിയപ്പോ ആര്യനാണ് വരുന്നത്. ആര്യൻ വന്നത് ബിയർ കുപ്പിയൊക്കെ ആയിട്ട് വന്നേ. വെറുതെ ഒരു വരവല്ല വന്നത്. കാരണം ആര്യനോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ബിയർ വാങ്ങിച്ചിട്ട് വരാനായിട്ട്. ആര്യൻ ആ ബിയർ കുപ്പി ഇങ്ങനെ പൊക്കി കാണിക്കുക. പെട്ടെന്നാണ് മീനാക്ഷി അത് കണ്ടത്. എന്താ ആര്യ കഴിക്കാത്ത എന്താന്ന് ചോദിക്കുക. ഒന്നുമില്ല ഏട്ടത്തി. എന്തോ ഉണ്ട്, എന്താന്ന് കാണിക്കാൻ പറയാ. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, ഒന്നുമില്ല, അവന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയണ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ മീനാക്ഷി എന്നപ്പോ ആകാശ് ഇപ്പുറത്തെ കയ്യിലേക്ക് പിടിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം ഇങ്ങനെ ഒളിച്ചും പാത്തും കളിക്കുകയാണ്. അവസാനം മീനാക്ഷി പറഞ്ഞു, സത്യം പറഞ്ഞു, അല്ല ഇപ്പൊ ഞാൻ അച്ഛനെ വിളിക്കുന്ന പറയാ. അവസാനം എന്റെ പൊന്നെ അടുത്ത് ചതിക്കരുത്. അതെ, ഇത് മറ്റൊന്നുമല്ല, ബിയറാന്ന് പറയണ. ആകാശേട്ടൻ പറഞ്ഞു വിട്ടാന്ന് പറയണം. ബിയറോ? ആഹാ, കൊള്ളാലോ. അതും ആകാശ് പറഞ്ഞു വിട്ടിട്ടാ? അതെ, ആകാശേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇച്ചിരി സ്വഭാവമൊക്കെ ഉണ്ടെന്ന് പറയാണ്. കൊള്ളാലോ, അച്ഛനെ കണ്ണു വെട്ടിച്ചാ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. അച്ഛനും അടിക്കും, പക്ഷെ അച്ഛനെ അമ്മേനെ ചിലപ്പോ അനുസരുടെ മുറിയിലേക്ക് ആക്കിയിട്ട് അച്ഛനും ഇടയ്ക്ക് അടിക്കാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാന്ന് പറയണം. അത് ശരി, അങ്ങനെ വരട്ടെ അപ്പൊ കാര്യങ്ങള്. അല്ല, ഈ സമയം ആര്യം പറഞ്ഞു, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. അപ്പൊ ആകാശിനോടായിട്ടാ പറയണേ. ആ സമയം പിന്നെ ആര്യൻ ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുക. കാരണം ആര്യന് വേണം, ഇച്ചിരി അടിക്കാൻ വേണം. പക്ഷെ അത് മീനാക്ഷി ഉള്ളതുകൊണ്ടൊരു മടി. ഈ സമയം ആകാശ് പറഞ്ഞു, മീനു അതെ, ആകാശ് പറയുന്നേ അവൻ ഇച്ചിരി കൊടുക്കുവാന്നാ ചോദിക്കുന്നേ. ഒന്ന് സഹായിക്കും മീനു, ദൈവത്തെ ഓർത്ത് അവന് ചീത്തയൊന്നും പറയില്ലെന്ന് പറയാം. ഇത് കേട്ടതും മീനു പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ. അതെ, വേറൊരിടത്തേക്കും പോണ്ട, രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് മതിച്ചാൽ മതി. എനിക്ക് കാണാലോ എന്റെ ഈ യാത്രയിലുള്ള എന്റെ ആകെപ്പാടി എൻജോയ്മെന്റ് ഇതാ. എനിക്കോ അടിച്ചു പൊളിക്കാൻ പറ്റത്തില്ല, നിങ്ങളെങ്കിലും പൊളിക്കാൻ പറയാണ്. ഇത് കേട്ടതും ആകാശിനും ആര്യനും ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും കൂടെ വന്ന് അവിടെ ഇരിക്കുകയാണ്. ഈ സമയം ആര്യൻ ബിയർ കുപ്പിയുടെ അടപ്പൊക്കെ ഇങ്ങനെ കടിച്ചു തുറക്കുവാണ്. ഇതൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റുമോ? അതെ, പല്ല് പോന്ന് പറയാം. പല്ലൊന്നും പോവില്ല ഏട്ടത്തി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഏട്ടത്തി കണ്ടോളാൻ പറയാണ്. പിന്നീട് ആകാശനും തുറന്നു കൊടുക്കുക. രണ്ടുപേരും കൂടെ കുടിക്കുന്നുണ്ട്. ഇത് കണ്ട് മീനാക്ഷി ഇങ്ങനെ നോക്കി നിൽക്കുക. പെട്ടെന്ന് ആകാശോട്, ഞാൻ ആദ്യമായിട്ടോ കേട്ടോ, എനിക്ക് ഇതിനു മുമ്പ് അത്ര വലിയ പരിചയമൊന്നും ഇല്ലാന്ന് പറയാം. ആര്യം പറഞ്ഞു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ആദ്യമായിട്ട്. അത് വേട്ടൻ. ഈ സമയത്ത് ആകാശോട്, എനിക്ക് ഇനിയെങ്കിലും നിന്നോട് സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ആര്യം പറഞ്ഞു, ഏട്ടാ എന്തേലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണ്ട, അതൊക്കെ നാളെ പറഞ്ഞാൽ മതി. വേണ്ട, എനിക്ക് ഇപ്പൊ പറയണം, എങ്കിലും ഒരു സമാധാനം ആവുള്ളൂ പറയാം. എന്താ ആകാശിന് പറയാനുള്ളത്? അല്ല, നമ്മൾ ഈ ഹണിമൂൺ ട്രിപ്പ് വന്ന സമയത്തെ ആരും കൊണ്ടുവരണ്ടായിരുന്നു, നമുക്ക് തന്നെ വന്നാൽ മതിയായിരുന്നു. ഇപ്പോഴാണ് ആ ബോധം ഉണ്ടായത്. എനിക്കിതൊക്കെ പണ്ടേ തോന്നിയതാന്ന് പറയണം. ആര്യം പറഞ്ഞു, അല്ലേലും ആകാശാണ് എന്തിന്റെ കേടായിരുന്നു? ഹണിമൂൺ വരുമ്പോ വീട്ടുകാരൻ കൊണ്ടാണോ വരുന്നത്? അതൊക്കെ ഒറ്റയ്ക്ക് വരണ്ടേ, എന്നല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ആര്യ? ആകാശന്റെ സ്വഭാവം ഇതായി പോയില്ലേ. അതൊക്കെ ഞാനായിരിക്കണം. ഹണിമൂണ് പോകുമ്പോൾ ഞാൻ എന്റെ ഭാര്യയും കൊണ്ട് തന്നെ പോവുള്ളൂ, അല്ലാതെ വീട്ടുകാരെ മുഴുവൻ കൊണ്ടുപോകത്തില്ലെന്ന് ആര്യം പറയാം. പിന്നീട് ആര്യം പറഞ്ഞു, അതെങ്ങനെയാ? മറ്റേ അച്ഛൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, എന്തിനു വേദിനും അച്ഛനും വിലക്കാന്ന് പറയാം. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, കാര്യമൊക്കെ എന്തേലും ആയിക്കോട്ടെ എടുത്തി, പക്ഷെ എന്റെ അച്ഛൻ പാവാന്ന് പറയണം. അപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ പാവായോ? അല്ല ഏട്ടത്തി, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും പാവ. അച്ഛന്റെ മനസ്സിൽ വേറെ നമ്മളറിയാത്ത എന്തോ ഒരു രഹസ്യമുണ്ട്, അതാണ്
അച്ഛൻ ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിന് കാരണം അച്ഛന്റെ ഉള്ളിലെ രഹസ്യം എന്താന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കിനി രക്ഷയുള്ളൂ എന്ന് പറയണം. അതെന്ത് രഹസ്യ? അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, അച്ഛൻ ആരോടും പറയാത്തൊരു രഹസ്യം അച്ഛന്റെ മനസ്സിലുണ്ട്. അതെന്താന്ന് പോലും അറിയത്തില്ല എന്ന് പറയാം. അപ്പൊ അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ടെന്ന് ആരും ആകാശിനും മീനാക്ഷിക്കും മനസ്സിലാവുകയാണ്. പിന്നീട് എന്നാ ശരി ഞാനും കൂടി പോട്ടെന്ന് പറഞ്ഞ അതെന്നെ പോക്കാടാ നീ പോന്നേ. അപ്പൊ ഇതും കൂടെ കുടിച്ചിട്ട് പോകാൻ പറയണം. അത് മൊത്തം 4 കുപ്പി വേറുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കുപ്പിയും കൂടെ ആരിനോട് കുടിച്ചിട്ട് പോകാൻ പറയണം. അല്ല ഇങ്ങനെ കുടിച്ചിട്ട് ചെല്ലുമ്പോ അച്ഛന് മണം വരത്തില്ലേ? ബിയറല്ലേ, അതൊന്നും അധികം മണമൊന്നും വരത്തില്ലെന്നേ. അതിനുള്ള ട്രിക്സ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയണം. അങ്ങനെ ആരിന് അവിടെ ഇരുന്ന് രണ്ടാമത്തെ ബോട്ടിലും കൂടെ തീർക്കുക. ഇതെല്ലാം കണ്ടിങ്ങനെ കണ്ണു മിഴിഞ്ഞ് നിൽക്കുകയാണ് മീനാക്ഷി. ഇടയ്ക്ക് അവര് കൊണ്ടുവന്ന കശുവണ്ടിയൊക്കെ എടുത്ത് കടിച്ച് തിന്നുന്നുണ്ട്. ഇങ്ങനെ മീനാക്ഷി അവരുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവസാനം ആരും പറഞ്ഞു ഇനി ഞാനങ്ങോട്ട് പോവാ, ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് പതുക്കെ അങ്ങ് എഴുന്നേറ്റു. കാലും തുറക്കുന്നില്ലാത്ത പോലെ തലയ്ക്ക് പിടിച്ചതാ തോന്നുന്നു കുറച്ചൊക്കെ. എന്നാ ശരി ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാ. ഈ സമയത്ത് ആകാശിന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു മീനാക്ഷി. മീനാക്ഷി അല്ല ആകാശം ഞാനൊരു സംശയം ചോദിച്ചേട്ടാ. എന്താ? അല്ല ഈ മദ്യപിച്ച് കഴിയുമ്പോ ആണുങ്ങള് കുറെ റൊമാൻറ്റിക് ആന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് ചോദിക്കാം. ആണ് ശരിയാണ് റൊമാൻറ്റിക്കാം. അന്നെങ്കിൽ ആകാശ് ഒരു കാര്യം ചെയ്യാം, എന്നോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കേ, എനിക്ക് കൊതിയാവുമെന്ന് പറയണം. നിന്നോട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാൻ ഇപ്പോഴോ? ഞാനോ? അതെന്താ റൊമാൻറ്റിക് ആയിട്ട്? പറയില്ലേ പുരുഷന്മാരെ കുടിച്ചു കഴിഞ്ഞിട്ട് നിന്റെ കണ്ണ് അങ്ങനെ ഇരിക്കുന്നു, മൂക്ക് അങ്ങനെ ഇരിക്കുന്നു, കാണാൻ നല്ല ഭംഗിയാണ്, മുടി അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. അങ്ങനെ ആകാശം കൂടെ ഒന്ന് പറയണം. ഈ സമയം ആകാശം രണ്ടാമത്തെ ബോട്ടിൽ ബിയറും കൂടെ അങ്ങ് പൊട്ടിച്ചു. അതങ്ങോട്ട് കുടിച്ച് മീനാക്ഷി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. ഇപ്പൊ തന്നെ ആകാശ് തന്നെ പുകഴ്ത്തി പറയും തന്റെ ചിരി നല്ലതാണ് അങ്ങനെയൊക്കെ. ഈ സമയം ആകാശ് എന്ത് ചെയ്യണം? ആകാശ് ഇങ്ങനെ മീനാക്ഷിയെ പുകഴ്ത്താനായിട്ട് വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് തന്നെ ആകാശം കൂടെ ഓഫായി പോവാണ്. തലക്കേറി മദ്യം പിടിച്ചു. അങ്ങനെ ആകാശ് കുഴന്ന് വന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? അവിടെ അങ്ങോട്ട് വീഴുവാണ്. മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഈ രാത്രി അങ്ങനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വല്ലാത്ത പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ആര്യ നേരെ മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ മുറിയിലേക്ക് വന്ന് കഥ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അവിടെ മിത്ര ഇരുന്ന് ഫോൺ സംസാരിക്കുന്നു. അപ്പോഴാണ് ആര്യന് ആ കാര്യം ബോധ്യം വന്നത്. ദൈവമേ താൻ മുറി മാറിയാണ് വന്ന് കയറിയിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ മിത്ര ഫോൺ സംസാരിച്ചോണ്ടിരിക്കുക. കുഴപ്പമില്ലമ്മേ, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫിസിക്കൽ ട്രെയിനിങ്ങും മെന്റൽ ട്രെയിനിങ്ങും എല്ലാം കിട്ടുന്നുണ്ട്. അമ്മ വെച്ച് എനിക്കൊരു കോള് വരുന്നുണ്ടെന്ന് കോള് കട്ടാക്കുക. അത് എന്താ വിളിച്ചേ? അത് ഞാൻ ഇപ്പൊ തന്നെ റെഡിയാവോ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് മിത്ര കോൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ബാഗ് തുറന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുക. ഈ സമയത്ത് ആരിനാകെ പെട്ടു. മുറിക്കകത്തുനിന്ന് എങ്ങനെയെന്ന് ഇറങ്ങണം. മുറി തുറക്കാൻ തൊട്ട് പെട്ടെന്ന് അങ്ങ് തുറക്കാനും പറ്റിയില്ല. ഇനിയിപ്പോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അവളിനിയിപ്പോ നോക്കി അതാകെപ്പാടെ പ്രശ്നമോ. പെട്ടെന്ന് എന്ത് ചെയ്യണം? ആ സൈഡിൽ ഒരു അലമാരി ഉണ്ടായിരുന്നു, ഒരു കബാട് പോലെ പിടിപ്പിച്ച അലമാരി. അപ്പൊ അതിനകത്തേക്ക് ചാടി കയറുവാണ്. അപ്പൊ അതിനകത്ത് കയറി നോക്കുവാണ്. അപ്പൊ മിത്ര ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മിത്രയുടെ നൈറ്റ് ഡ്രസ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ മുട്ടപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മുട്ടിന് താഴെ ഒരു മറുക കണ്ടു. എന്റെ ഭഗവാനെ, ഇനി ഇവള് കുളിക്കാനും കൂടെ പോവാണോ? ഇനിയിപ്പൊ എന്തൊക്കെ സീൻ താൻ കാണേണ്ട വരും. അതിനുമുമ്പ് ഈ മുറിയിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ അവള് മിക്കവാറും തന്നെ പടവാക്കും. തന്നെങ്ങാനും കണ്ടുകൊണ്ട് അതോടുകൂടി തന്റെ കാര്യത്തിന് തീരുമാനമാവും. ഇനി ഇവള് ബാത്റൂമിൽ കയറുന്ന സമയത്ത് പുറത്തേക്ക് പോകാം, ആ ഒരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ മിത്ര ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറിയ സമയത്ത് പെട്ടെന്ന് ആര്യം പുറത്തേക്ക് ഇറങ്ങാൻ ഡോറ് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കോളിംഗ് ബെല്ലടിച്ചു. ആര്യം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആര്യം പെട്ടെന്ന് തിരികെ അങ്ങോട്ട് തന്നെ കയറുവാണ്. അങ്ങനെ മിത്ര ബാത്റൂമിലേക്ക് പോയ മിത്ര ആ സെക്കൻഡിൽ തന്നെ തിരികെ വന്ന് ഡോറ് തുറന്നു നോക്കി കഴിയുമ്പോ ഫ്രണ്ട്സാ വന്നേ. അപ്പൊ നീ ഇതിനായിട്ട് റെഡിയായില്ലേ? അല്ല ഞാൻ കുളിച്ചിട്ട് വരാം. എന്തിനാ കുളിക്കുന്നത്? ക്യാമ്പ് ഫയറിന് കുളിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയല്ലോ, കുളിച്ചിട്ട് വരുന്നതല്ലേ എന്റെ ശരി എന്ന് പറയണം. അതെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രയുടെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. നോക്കിയപ്പോൾ അച്ഛനെ വിളിക്കുന്നേ. അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അതെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം മോളെ. ഒരു പ്രശ്നമില്ല. അല്ല അവൻ വന്നിട്ട് നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയോ? അവനാ ബെസ്റ്റ്. അവൻ എന്നോട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അവനെ പഞ്ഞിക്കിടുക ചെയ്തെന്നൊക്കെ പറയണം. എന്നാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അനന്ത അങ്ങോട്ട് ഫോണും വെക്കുവാണ്. ഈ സമയം മിത്രയോട് കൂട്ടുകാരെ ചോദിച്ചു, അല്ല ആരിനെ കുറിച്ചല്ല നീ അച്ഛനോട് പറഞ്ഞു? അതെ. അല്ല നിനക്ക് എന്താ അവനോട് ഇത്ര ദേഷ്യം? നിന്റെ മുറച്ചെറുക്കനല്ലേ അവന്, പിന്നെ നീ എന്തിനാ അവനെ ഇത്രമാത്രം അവന് ദേഷ്യം കാണിക്കണമെന്ന് നിൽക്കുക? മുറച്ചെറുക്കൻ അവനെ കുറിച്ച് പറയുന്ന തന്നെ എനിക്ക് ദേഷ്യം. മുറച്ചെറുക്കനാണ് പോലും. അവന്റെ കൈ കിട്ടിയുണ്ടല്ലോ, അവനെ ഞാൻ ഇടിച്ചാൻ ഇഞ്ച പരുവാക്കുമെന്ന് പറയാം. അവൻ എന്റെ ശത്രുവാ, ആജന്മ ശത്രു എന്ന് പറയാം. ഇതൊക്കെ കേട്ടോണ്ട് ആര്യൻ ആ കബോർഡിനകത്ത് ഇരിക്കുന്നുണ്ട്. ആര്യം പറഞ്ഞു, അതേടി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം. ഈ സമയം കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, അല്ല അവനെങ്ങാനും നിന്റെ മുറിയിലേക്ക് വന്നാലോ? ഇവിടെ കയറി ഒളിച്ചിരുന്ന നീ എങ്ങനെയാ കാണുന്നേ? മുറിയിലേക്ക് വരട്ടെ, അങ്ങനെയാണ് അവന് ഈ ജനലിൽ കൂടി ഞാൻ പുറത്തേക്ക് തള്ളൂന്ന് പറയാം. ഇപ്പോഴങ്ങ് ഇറങ്ങി ചെന്നാലോ? 2 പറഞ്ഞാലോ? വേണ്ട, താനെങ്ങാനും മുറിയിലുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തന്നെ മിക്കവാറും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെ അവസാനം
ഫ്രണ്ട്സ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക, നീ അങ്ങോട്ട് വന്നേക്കാൻ പറയാം എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. അങ്ങനെ അവര് പോയ സമയത്ത് മിത്ര കുളിക്കാൻ കയറിയപ്പം ആരിന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുക. അപ്പോഴാണ് ആരിന് ശരിക്കും ശ്വാസം വേണേ. പിന്നീട് മുറിയിലേക്ക് വന്നപ്പോൾ ബാലനാണെങ്കിലോ ഒരു പഴയ പാട്ടൊക്കെ കേട്ട് ടി വി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആരിനോട് ചോദിച്ചു, നീ ഇത് എവിടെ പോയതായിരുന്നല്ലോ എന്ന് ചോദിക്കുക. അല്ല അച്ഛൻ ഞാൻ പുറത്തുണ്ടായിരുന്നു, ഓരോ കാഴ്ചകളൊക്കെ ഉണ്ട്. കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല അച്ഛാ ഈ ടി വി ഇച്ചിരി ഓളിയും കുറയ്ക്കാവോ? ശരി ശരി. ഈ സമയം ബാലിനിങ്ങനെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ തിരുമുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നമായിട്ട് പറയണേ വെച്ചാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ, നീ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെ ആരിനൊന്നും മയങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ആ ഒരു ശബ്ദം കേട്ടോണ്ട് എഴുന്നേക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പം ബാലൻ പോയി കിടന്ന് ഛർദ്ദിക്കുവാണ്. ഭയങ്കര ഛർദിയോട് ഛർദി. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ആരും ഒരു നിമിഷം നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.